ബേസിക്കലി അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഈ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയും നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വന്നാൽ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് അല്ലെ ബിസിനസ്സിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ വാസ്റ്റ് ആകും തോറും അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കൂടിക്കൂടി വരും. ഇപ്പോൾ നോർമൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസിന് നമ്മൾ P&L ബാലൻസ് ഷീറ്റിൽ നിർത്തും. പക്ഷേ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നേച്ചർ കൂടുന്നതനുസരിച്ച് അവിടെ പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടിക്കൂടി വരും. P&L, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടി വരുന്നു. ഇതാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് കുറേ കുട്ടികളുടെ എൻക്വയറി വരും, അല്ല കുറേ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾക്ക് അക്കൗണ്ടിങ്ങിലേക്ക് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കൊമേഴ്സ്, അക്കൗണ്ടൻസി ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമോ, നോർമലി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളെ പോലെ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാരുടെ സംശയമാണ്. നമുക്ക് ഇവിടെ ആദ്യം വരുന്ന കുട്ടികൾക്ക് ബേസിക്കായിട്ട് കൊടുക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ തിയറി തന്നെയാണ്. അതായത് ഒരു +2 കഴിഞ്ഞ കുട്ടിയാണെങ്കിലും BCom കഴിഞ്ഞ കുട്ടിയാണെങ്കിലും MCom കഴിഞ്ഞ കുട്ടിയാണെങ്കിലും എല്ലാവർക്കും ഒരു 10th ഒരു ഫ്രഷർ 10th കഴിഞ്ഞ ഒരാൾ +1ലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു ലെവലിൽ തൊട്ടാണ് നമ്മൾ തിയറി കൊടുക്കുക. സോ നിങ്ങളിപ്പോൾ ഒരു നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻ്റ് ആണെങ്കിലും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും രണ്ടുപേരും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം തിയറിറ്റിക്കൽ നോളജ് കൊടുക്കും, അതുപോലെ തന്നെ അവരെയും കൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പ്രാപ്തരാക്കുന്ന രീതിയിൽ അവർക്ക് തിയറി ബേസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സോഫ്റ്റ്വെയർസിലേക്ക് കടക്കുക. ഇനി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ടാലി പ്രൈം. ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ ടാലി പ്രൈം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബിസിനസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് കാണും. ട്രേഡിംഗ് കാണും, മാനുഫാക്ചറിങ് കാണും, സർവീസ് സെക്ടേഴ്സ് കാണും. ഓരോ രീതിയിലും എങ്ങനെ വേണം ചെയ്യാന്നുള്ളത് ടാലി പ്രൈമിൽ നമ്മൾ പഠിപ്പിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് SAP. ഈ ഒരു കാലത്ത് ഈ ഒരു ഇറയിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് SAP. മൾട്ടിനാഷണൽ കമ്പനീസ് കൂടുതൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന സോഫ്റ്റ്വെയർ SAP ആണ്. ഇനി നമുക്ക് പറയേണ്ടത് സോഹോ ബുക്സ്. സോഹോ ഒരു ഇന്ത്യൻ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ക്വിക്ക് ബുക്സ് ഒരു US സോഫ്റ്റ്വെയർ ആണ്. ക്വിക്ക് ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ GCC കൺട്രീസിൽ ഫോളോ ചെയ്യുന്ന VAT സിസ്റ്റം, വാറ്റിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കൊടുക്കുന്നത് GSTയുടെ തിയററ്റിക്കൽ നോളജ്, അതുപോലെ തന്നെ സിമുലേഷൻ സൈറ്റ് വെച്ചിട്ട് GST റിട്ടേൺസ് എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ ഇൻകം ടാക്സിൻ്റെ തിയററ്റിക്കൽ നോളജ്, അതിൻ്റെ 5 ഹെഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, അതുപോലെ അധികം സിമുലേഷൻ സൈറ്റ് വെച്ചിട്ട് റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം, ഇത്ര നമ്മൾ നോക്കുന്നുണ്ട്. ഇനി നമുക്കുള്ളത് കുറച്ച് ആഡ് ഓൺ കാര്യങ്ങളാണ്. അതായത് MS ഓഫീസ് എന്ന് പറയുമ്പം MS Excel, MS Word ആൻഡ് PowerPoint. നമുക്കിപ്പോൾ ഈ ഒക്കെ സോഫ്റ്റ്വെയർസ് പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു കമ്പനിയിൽ ചെന്ന് നമ്മളൊരു എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ അവിടെ ഒരു ഏറ്റവും നന്നായി മുൻപിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് സ്മാർട്ട്നെസ് വേണം. ഈ MS Excel എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സോഫ്റ്റ്വെയർസിലൊക്കെ ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, റിപ്പോർട്ട്സ് പ്രസൻറ്റ് ചെയ്യണം. റിപ്പോർട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Excelലായിരിക്കണം നമ്മൾ അതിൻ്റെ റിപ്പോർട്ട്സ് കാണിക്കുക. ആ Excelൽ നമുക്ക് ബേസിക് നോളജ് പോരാ, അതിന് നമുക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ഫോർ എക്സാമ്പിൾ HLOOKUP, VLOOKUP, പിവോട്ട് ടേബിൾ ഇതിനെ പറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു കൂട്ടത്തിൽ ഇച്ചിരിയുടെ എഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. സോ എക്സലിൽ നമ്മൾ ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേർഡ്, പ്രസൻറ്റേഷൻ, നമുക്ക് ഓരോ കമ്പനീസിലും പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് പോകേണ്ട ആവശ്യം വരും. സോ പ്രസൻറ്റേഷൻ അറിഞ്ഞിരിക്കുമ്പോൾ അതിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏതൊരു ജോബിൻ്റെ റിക്വയർമെൻറ്റ്സ് എടുത്ത് നോക്കിയാലും ആദ്യം ബേസിക്കായിട്ട് കാണാൻ പറ്റുന്ന 2-3 കാര്യങ്ങളാണ്. അക്കൗണ്ടൻറ്റ് ഫീൽഡിലാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിനെ പറ്റി അറിഞ്ഞിരിക്കണം, GSTയെ പറ്റി അറിഞ്ഞിരിക്കണം, MS ഓഫീസ് അതായത് Excel, Word, PowerPoint ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. പിന്നെ അവർക്ക് അല്ലാതെ അവരായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കാണും. സോ ഇവിടെ നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത് ടാലി, SAP, GST, ഇൻകം ടാക്സ്, അതുപോലെ MS ഓഫീസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സിമുലേഷൻ സൈറ്റ് വഴി ഇതൊക്കെ എങ്ങനെ ഫയൽ ചെയ്യണം, തിയററ്റിക്കൽ നോളജ് അല്ലാണ്ട് അപ്പാർട്ട് ഫ്രം തിയററ്റിക്കൽ നോളജ് അല്ലേ, എന്തൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സിമുലേഷൻ സൈറ്റ് വഴി ഇതെങ്ങനെ ഫയൽ ചെയ്യണം എന്നും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഫ്രഷറിനെക്കാട്ടിലും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് എന്താണെങ്കിലും നമുക്ക് കാണും. ഫ്രഷർ ആയിരിക്കത്തില്ല, കാരണം സിമുലേഷൻ സൈറ്റ് വഴി നമ്മൾ ഇതൊക്കെ എങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നൊരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മളെ ഒരു ഗ്രൂപ്പിൽ നിന്നും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി പൊതുവെ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, എസ്പെഷ്യലി മാത്സ് ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഞങ്ങൾക്ക് അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് നിൽക്കാൻ പറ്റുമോ, കാരണം മാത്സ് ഇഷ്ടമില്ലല്ലോ, അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് ഇതിനകത്ത് വരുന്നത്, ഇതിനകത്തും കാൽക്കുലേഷൻസും കാര്യങ്ങളും വരുമോ, അപ്പോൾ മാത്സ് പോലെ ആയിരിക്കുമോ, ടഫ് ആയിരിക്കുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മാത്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇക്വേഷൻസ്, ഫോർമുലാസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേസമയം അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് ഡീൽ ചെയ്യുന്നു. പക്ഷേ നല്ല രീതിയിൽ തിയററ്റിക്കൽ നോളജ്, തറവായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ അക്കൗണ്ടിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇന്ത്യൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് പോലെ തന്നെ ഗ്ലോബലി അപ്രൂവ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ എടുക്കുന്നുണ്ട്. എക്സാമ്പിൾ
ക്വിക്ക് ബുക്സ് US സോഫ്റ്റ്വെയർ ആയ ക്വിക്ക് ബുക്സ്, പിന്നെ SAPയുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ SOHANA, അതുപോലെ UAE VAT ആണെങ്കിൽ നമ്മൾ സിമുലേഷൻ സൈറ്റ് വഴി അതിൻ്റെ ഫയലിംഗ് ഉൾപ്പെടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇന്ത്യയിൽ എത്രമാത്രം സ്കോപ്പ് ഇതിനുണ്ടോ അതുപോലെ തന്നെ ഗ്ലോബലി നിങ്ങൾക്ക് സ്കോപ്പ് കിട്ടും. ഈ എല്ലാ സോഫ്റ്റ്വെയർസിൻ്റെയും പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്കുള്ളത് കൊണ്ട് എവിടെ ചെന്നാലും നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ മുമ്പിൽ വരുന്നൊരു കുട്ടി, അതിപ്പോൾ ഏത് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു 10th കഴിഞ്ഞൊരു ഫ്രഷർ എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും. അവർക്ക് തറവായിട്ടുള്ള തിയറട്ടിക്കൽ നോളജ് കൊടുത്തു, അവരെ അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയി എന്ന് തോന്നിയ ശേഷം നമ്മൾ ഓരോ സോഫ്റ്റ്വെയറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി നമുക്ക് 95% പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. ഈ ക്ലാസ്സസിന് ശേഷം നമ്മൾ ഇന്റേണൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. അതിൽ കൂടെ നമുക്ക് ഇവർക്ക് എത്രമാത്രം ഗ്രാസ്പ് ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഇനി ഇതൊക്കെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അപ്പാർട്ട് ഫ്രം ദീസ് നമ്മൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. നാളെ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ കവറേജ് ചെയ്യും. പിന്നെ ലാംഗ്വേജ് എന്താണേലും ഈ ഒരു ഇറയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് വേണം. ലാംഗ്വേജിൻ്റെ ക്ലാസ്, അതുപോലെ തന്നെ നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഒരു റെസ്യൂമെ എങ്ങനെ നന്നായി പ്രിപ്പയർ ചെയ്യാം, ഇതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന കോഴ്സ് അതിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നിങ്ങളെ ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ഇറങ്ങുക. കാരണം എല്ലാ ഏരിയാസും ഓൾമോസ്റ്റ് നിങ്ങൾ കവർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടുകൂടി ഒരു ബിസിനസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ പെർഫോം ചെയ്യാനായിട്ടും പറ്റും. Audi Group of Institutions, the most trusted quality training provider.